ഹേ വാട്സ് അപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് ഒരു ഡിഫ്, അതേപോലെ തന്നെ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഫിറ്റ്, അതേപോലെ തന്നെ എന്താണ് ഒരു ഇമേജ് ടാഗ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു ഹെഡർ, അതേപോലെ തന്നെ എന്താണ് ഒരു സെക്ഷന്, അതേപോലെ തന്നെ എന്താണ് ഒരു ഫൂട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. Once again, my name is Safwan. Let's roll the video. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഹെഡർ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡർ ടാഗ് കൊടുക്കുക. ഹെഡർ കൊടുത്തിട്ട് ആ ഹെഡർ ടാഗിന് ഒരു ക്ലാസ് കൊടുക്കുക. ആ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് ആ ക്ലാസ്സിന് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ഇവിടെ കോൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഹെഡിന് ഒരു ഹൈറ്റും എടുത്ത് കൊടുക്കാം. ഹൈറ്റ് ഒരു 50 പിക്സൽ കൊടുക്കാം. 50 പിക്സൽ. ഈ ഹെഡർ എന്തിനാന്ന് വെച്ചാല് ഒരു വെബ്സൈറ്റിന്റെ ഏറ്റവും മുകളിൽ ഉണ്ടാവുക അതിന്റെ മെനു ബാർ. അപ്പോ എന്ത് ചെയ്യാം, ഹൈറ്റ് ഒരു 50 പിക്സൽ കൊടുക്കാം. അതേപോലെ തന്നെ വിഡ്ത്ത് ഒരു 100% കൊടുക്കാം. വിഡ്ത്ത് ഒരു 100% കൊടുക്കാം. ഇനി എന്ന് പറഞ്ഞാല് ഹൈറ്റ് 50 പിക്സൽ, വിഡ്ത്ത് 100%. ഇനിയിപ്പോ ഇതില് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താ പ്രശ്നം? നമ്മള് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രീൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് അവിടെ ഒരു ഹെഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഹെഡറിനകത്ത് എന്ത് ചെയ്യാണ്, നമ്മള് ഒരു എന്തെങ്കിലും ഇപ്പോ ഉദാഹരണം പറയാൻ ഒരു വെബ്സൈറ്റിന്റെ ഒരു നെയിം ഏറ്റവും മുകളിലുണ്ടാവുക ഹെഡറിനകത്ത്. അപ്പൊ ഞാനൊരു വെബ്സൈറ്റ് കൊടുക്കാം. വെബ്സൈറ്റ്. ഓക്കെ, അപ്പൊ അതവിടെ വെബ്സൈറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് എന്ന് വെറുതെ കൊടുക്കണ്ട, അതൊരു H1 ആക്കിയിട്ട് കൊടുക്കാം. H1 ടാഗിനകത്ത് വെബ്സൈറ്റ് എന്ന് കൊടുക്കുകയാണ്. ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ H1 എന്ന് കൊടുക്കാം. H1. ഓക്കെ, അപ്പൊ അതവിടെ വെബ്സൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റിന് വരും വീഡിയോകളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താന്നുള്ളത് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു ഹെഡർ എന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും മുകളിൽ ഒരു എന്തുണ്ടാവും, ഒരു ഹെഡർ ഉണ്ടാകും. അപ്പോൾ ഇനി ഇവിടെ താഴെയായിട്ട് വരേണ്ടത്, അതായത് ഏറ്റവും മുകളിൽ ഹെഡർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ആണ്. സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതും ഇതേപോലെ ഒരു ടാഗാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ സെക്ഷൻ ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ആക്ച്വലി ഇതൊരു പേജ് ആണ്. അപ്പോ നമുക്ക് നോക്കാം എന്താണുള്ളത്. അപ്പോ അതിനൊരു ക്ലാസ് കൊടുക്കുകയാണ് seek1. എന്നിട്ട് ആ seek1 ഇവിടെ കോൾ ചെയ്യാണ് seek1. എന്നിട്ട് എന്ത് ചെയ്യാണ്, seek1 ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇപ്പോ ഒരു എന്താ കൊടുക്കുക, റെഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ സന്തോഷം .seek1 എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് കൊടുക്കാം. ലോറം ഇപ്സം എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു പാരഗ്രാഫ് കൊടുക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇവിടെ ആ സെക്ഷന് ഒരു പാരഗ്രാഫ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വേറെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്.
ഇതേ സെക്ഷൻ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്യാം. ഇപ്പൊ എത്ര 2 സെക്ഷനായി. അപ്പൊ ഇനി സെക്ഷന്റെ വലിപ്പം നമുക്ക് കൂട്ടണം. അതായത് ഇപ്പോ ഇതിന്റെ ഹൈറ്റ് ഒരു 100% കൊടുക്കും. ഹൈറ്റ് 100%. ഓക്കെ, അപ്പോ എന്താ വരാൻ നോക്കാം. ഇതാ, അതായത് ഇതിപ്പോ ഒരു സെക്ഷനായി. അതായത് ഇത് വെബ്സൈറ്റിന്റെ 1ാമത്തെ പേജ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഹൈറ്റും എടുത്തൊക്കെ ഇത് ഓരോ ബ്ലോക്കിന്റെ സംഭവങ്ങളാണ്. ഇൻലൈൻ ബ്ലോക്ക്, അത് കുറച്ച് വരും വീഡിയോകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അതായത് ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിന്റെ ഹെഡറും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആ വെബ്സൈറ്റിന്റെ തന്നെ സെക്ഷനാണ്. രണ്ടാമത്തെ ഇതിലോട്ട് അത് വരുമ്പോൾ എന്താവും, വേറെ സെക്ഷൻ. അങ്ങനെ വെബ്സൈറ്റിന് ഓരോരോ സെക്ഷനുകൾ ഉണ്ടാവും. ഫസ്റ്റത്തെ സെക്ഷനിൽ ഹോം, അബൌട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക, സെക്ഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക, ഫൂട്ടർ വരിക. ആ ഫൂട്ടറിനകത്ത് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ക്ലാസ് കൊടുക്കാം, എന്നിട്ട് ഫൂട്ടർ കൊടുക്കുക, എന്നിട്ട് ആ ക്ലാസ്സിന് എന്ത് ചെയ്യുക, കോൾ ചെയ്യുക ഫൂട്ട്. എന്നിട്ട് ഒരു കളർ കൊടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു റെഡ് കൊടുക്കാം. എന്താ പ്രശ്നം, ഫൂട്ട് അവിടെ ഫൂട്ടറിന് അവിടെ എന്തെങ്കിലും പാരഗ്രാഫ് കൊടുക്കുകയാണ്. സെയിം ആസ് ലോറം ഇപ്സം. അപ്പോൾ ഇത് അവിടെ ഒരു ഫൂട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ഹെഡർ ഉണ്ടാവും. ആ ഹെഡറിന് താഴെ ഒരു സെക്ഷൻ ഉണ്ടാവും, വേറൊരു സെക്ഷൻ ഉണ്ടാവും, ഏറ്റവും താഴെ എന്തുണ്ടാകും, പിന്നെ ഫൂട്ടർ ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം നല്ലൊരു ലെവൽക്ക് അത് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.